അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നേരത്തെ കഴിഞ്ഞതായ ലോദ് എന്നുള്ള അക്ഷരം നല്ല കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചു. ഇതിപ്പോൾ പുതിയൊരു അക്ഷരമാണ് നമ്മളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ കിതാബ് ഒരു പഴയ കിതാബാണ് ഇപ്പോൾ എനിക്ക് എടുക്കാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് റിമാർക്കും കാര്യങ്ങളൊക്കെ കാണും. ത്വാ എന്നുള്ളതായ അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ എത്തിൻ്റെ രൂപം തുടക്കം ഇങ്ങനെയാണ്. ഇവിടെ മുതൽ ഇങ്ങനെ പോയി താഴോട്ട് വന്ന് ഇവിടെ വരികയും പിന്നീട് നമ്മൾ നേരത്തെ പഠിച്ചതായ അലിഫ് പോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അലിഫ് ഇട്ട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ത്വാ എന്നുള്ള അക്ഷരമായി. എന്താണ് അക്ഷരത്തിൻ്റെ പേര്? ത്വാ. എന്ത്? ത്വാ. ഓക്കെ. ഈ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ വീട്ടിൽ ഇതുപോലത്തതായ പാത്രം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇത് അല്പം വലിപ്പമുള്ളതായ വലിയൊരു പാത്രമാണ്. ഇതിനൊക്കെ അറബിയിൽ പറയുന്ന പേരാണ് ത്വഷ്ത്. എന്ത്? ത്വഷ്ത്. ത്വഷ്ത് എന്നുള്ളതായ പേര്. നേരെ താഴെ നോക്കൂ. ത്വാ റ് ദുൻ ത്വറുദുൻ. തു മുൻ തുഅമുൻ. തി ഫ് ലുൻ തിഫ്ലുൻ. സ തു റുൻ സത്റുൻ. തോ ഇ റുൻ തോഇറുൻ. സു തൂ റുൻ സുതൂറുൻ. ത്വീബുൻ ത്വീബുൻ. ത്വാ തു ത്വി ത്വൻ ബത് ബത്സ്. ത്വായ് ത്വായ്. ചുവന്ന അക്ഷരം കണ്ടില്ലേ? ത്വാ. എന്താണ്? ത്വാ. തു. ചുവന്ന അക്ഷരം ത്വി തു. ഇവിടെയോ? ത്വാ നീട്ടണം. തൂ നീട്ടണം. ത്വീ നീട്ടി വായിക്കണം. ത്വാ എന്ന് പറയുമ്പോൾ ഫതഹിനെ നീട്ടാനാണ് ഏതക്ഷരം വന്ന്? അലിഫ്. ലമ്മനെ നീട്ടാനാണ് ഏതക്ഷരം വന്നത്? വാവ്. കസ്റയെ നീട്ടാനാണ് യാ എന്നുള്ള അക്ഷരം വന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാഷാ അല്ലാഹ്. ഇത് നല്ല രീതിയിൽ കുട്ടികൾ വായിക്കണം. നല്ല ഉഷാറായി വായിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നഖറ വായിക്കുക. ത്വഷ്തുൻ ത്വഷ്തുൻ. സത്റുൻ സത്റുൻ. ത്വാബ ത്വാബ. ഖത്വീബുൻ ഖത്വീബുൻ. ഇബ്തുൻ ഇബ്തുൻ. ഖുതൂതുൻ ഖുതൂതുൻ. നളഉ ദാഇറത്തൻ അലാ ത്വാ. ത്വാ എന്നുള്ള അക്ഷരത്തിന്റെ മുകളിൽ റൗണ്ട് ഇടണം. ഇവിടെ ത്വയ്റുൻ എന്ന് പറയുമ്പോൾ ഇവിടെ റൗണ്ട് ഇട്ട് നിങ്ങൾ നോക്കണ്ട, ശ്രദ്ധിക്കണ്ട. ത്വയ്ർ എന്നതിലുള്ളതായ ആദ്യത്തെ തുടക്കത്തിലുള്ള ത്വാ ആണ്. ഇതിലിട്ടിരിക്കുന്നത് റോങ് ആണ്. അതിനൊക്കെ അങ്ങനെയല്ല ഇടേണ്ടത്. ഇവിടെ ത്വാ എന്നുള്ള അക്ഷരമാണ് നമ്മൾ എന്താക്കേണ്ടത്? ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ. ത്വാ എന്നുള്ള അക്ഷരം. നസ്റുൻ എന്നതിൽ ത്വാ ഉണ്ടോ? ഇല്ല. ഹൈത്തുൻ എന്നതിലുണ്ടോ? ഇത് ശരിയാണ്. ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. സബുറുൻ എന്നതിൽ ത്വാ ഉണ്ടോ? ഇല്ല ഇല്ല. തിഫ്ലുൻ എന്നതിലുണ്ടോ? ഇവിടെയുണ്ട്. ശരിയല്ലേ? നർസും ഇതിന്റെ മുകളിൽ വരക്കുക. ത്വാ ത്വാ ത്വാ. ഇവിടെ ജോയിന്റ് ചെയ്തിട്ടുള്ള ത്വാകളാണ്. നല്ല വൃത്തിയിലായിട്ട് ചെയ്യണം. നക്തശിഫ് ത്വാ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നും ത്വാനെ ഒഴിവാക്കണം. ഹത്വാബൻ തുമിസത് റത്വബിൻ മുഹീത്തുൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ത്വാ എന്ന് നമ്മൾ വേർതിരിഞ്ഞിട്ട് മനസ്സിലാക്കണം. അപ്പുറത്തെ പേജ്. നക്തുബ് എഴുതുക. ത്വാ തു ത്വി ഷത്ത് ത്വാബ അത്വീറു തൂറൻ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ താഴെ ഭാഗത്ത് നല്ല വൃത്തിയിലായി വിദ്യാർത്ഥികളെ
എഴുതണം. ഇതിന്റെ നേരെ താഴെ ഭാഗമാണ് മിനൽ ഖുർആൻ. ഖിതാബൻ അസാതീറു റാബിതു ബത്ഷൻ ഖിതുഅൻ സഖിത. ത്വ എന്നുള്ള അക്ഷരം എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാനും ഓതാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.